സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, യുവാക്കളെ, കൊച്ചുകുഞ്ഞുങ്ങളെ, ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അതിലൊന്ന് എല്ലാ വീട്ടിലും നടക്കുന്ന സംഭവമാണ്, ഒരു പ്രധാന പ്രശ്നമാണ് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം, എന്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിക്കാമെന്ന്. ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികളെ, ഈ യുവതലമുറയെ പഠനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മൊബൈലിൽ കളിക്കാനായിട്ട് ഒരു പ്രയാസമില്ല, പറയേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് എങ്ങനെ തിരിച്ചെടുക്കാം എന്നൊരു വിചാരമാണ് മിക്കവാറും എല്ലാ മാതാപിതാക്കളുടെയും മനസ്സിലുള്ളത്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികളോട് പ്രത്യേകിച്ച് പറയും, നിങ്ങൾക്ക് എന്താ സുഖം, ഞങ്ങളുടെ കാലം ഉണ്ടായിരുന്നു, എന്തെല്ലാം പോരാട്ടങ്ങളായിരുന്നു. സ്കൂളിലേക്ക് നടന്നു പോകണം, സ്കൂളിൽ ഫീസ് കൊടുക്കാൻ ചിലപ്പോൾ സമയത്ത് കിട്ടിയെന്ന് വരില്ല, ബുക്സ് മേടിക്കാൻ സമയത്ത് കിട്ടിയെന്ന് വരില്ല. കൂടാതെ പ്രത്യേകിച്ച് കൃഷിപ്പണിയുള്ളവരാണെങ്കിൽ കുട്ടികൾക്ക് വീട്ടിലെ വലിയ പണികളൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുകളിലാണ് പഠിച്ചത്. നിങ്ങൾക്ക് എന്താ ആവശ്യം, എന്ത് ചോദിച്ചാലും വീട്ടിൽ കിട്ടുന്നു, ബസ് വരുന്നു, സ്കൂളിൽ പോയി പഠിച്ച് തിരിച്ചു വന്നാൽ ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിയാ പഠിക്കാതെ. പക്ഷേ ഞാൻ പറയുന്നു, നമ്മളെന്നാ പഠിച്ച സമയം ഒന്ന് നോക്കിയാൽ അതൊരു സുവർണ അവസരമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എന്നല്ലേ നിങ്ങൾ തോന്നുന്നത്? പറയാം. ഒന്ന് ആലോചിച്ച് നോക്കി. അന്നൊക്കെ സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് 2-3 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് വളരെ ചെറിയ അല്ലെങ്കിൽ സ്റ്റാലിയൻ സ്കൂൾ. സാധാരണ ക്ലാസ്സിൻ്റെ സമയം എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ. രാവിലെ തന്നെ 8-8:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയായിരിക്കും. അപ്പോൾ റോഡിലുണ്ടാവും തോമാച്ചനും ജോൺകുട്ടിയും എല്ലാവരും കൂടി അവിടെ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും. ഒരു ഗ്രൂപ്പായിട്ട് സ്കൂളിലേക്ക് ഞങ്ങൾ യാത്രയാവുക. പോകുന്ന സമയത്ത് നാട്ടിലെ എല്ലാ വിശേഷങ്ങളും, എവിടെ എന്ത് നടന്നു, നാട്ടിലെയും ഇന്ത്യയിലെ മുഴുവനും സംഭവങ്ങൾ മുഴുവനും ആ സമയങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. കൂടാതെ പോകുന്ന സമയത്ത് റോഡുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മാവിനൊരു ചെറിയൊരു മകനുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കല്ലിൻ്റെ മുന്നത്തിൽ രക്ഷപ്പെടില്ലേ. അവിടെ ചിലർക്ക് അറിയാം, അവിടെ ഒരു ഇന്ദിരാഗാന്ധി ആന്റി എന്നൊക്കെ പറയുന്നത് ആ ആന്റി ഞങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ അവിടെ റോഡ് സൈഡിൽ വന്ന് നിൽക്കുകയായിരിക്കും ആ മാവിനെ മകനോട് രക്ഷപ്പെടുത്താൻ വേണ്ടി. ഒരു ദിവസം അവിടെ ഇല്ലെങ്കിൽ അന്ന് ഞങ്ങൾ മാവ് കരയില്ലേ. എന്നിട്ട് ആ മാങ്ങ എടുത്ത് കഴിയുമ്പോൾ അത് എല്ലാവരുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിക്കുന്നതിന്റെ ആ മധുരം ഇന്നീ കുട്ടികൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ പീരിയഡ്സ് നമുക്ക് കളിക്കാനുള്ള സൗകര്യം കിട്ടിയിരുന്നു. ആ കളി മാത്രമല്ല, പല കാര്യങ്ങളും പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് അതിനുള്ള ഭാഗ്യമില്ല എന്ന് ഞാൻ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. 9 മണിക്ക് ക്ലാസ് തുടങ്ങണമെങ്കിൽ രാവിലെ 7-7:30 ആകുമ്പോഴത്തേക്ക് തയ്യാറാക്കി ഒരു ബാഗ്, പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 4-5 പുസ്തകമുള്ള ഒരു ചെറിയൊരു ബുക്സിന്റെ കെട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്താ സ്ഥിതി? ഒരു 8-10 കിലോ ബുക്സ് ഉണ്ടാവും. ഹോംവർക്കും എല്ലാം കൂടി നടുവടിക്കുന്ന രീതിയിൽ കുട്ടികളെ ചുവന്ന് പുസ്തകമായിട്ട് ബസ്സിനകത്ത് കയറ്റി, അപ്പനും അമ്മയും പോയി ബസ്സിനകത്ത് കയറ്റിക്കൊണ്ട് കഴിഞ്ഞാൽ ബസ്സിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ ചെല്ലുന്നു. സ്കൂളിൽ ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഗാർഡുണ്ട്. നിങ്ങളെല്ലാവരെയും ലൈനായിട്ട് ആ ക്ലാസ് റൂമിലേക്ക് പോകാൻ വേണ്ടി. ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാലോ എല്ലാ പീരീഡ്സും, എനിക്ക് തോന്നുന്നില്ല ആഴ്ചയിലേക്ക് ഒരു പീരീഡ് കിട്ടിയാൽ കിട്ടി അല്പം ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി. അല്ലെങ്കിൽ മുഴുവനും ഈ കണക്കും സയൻസും തിരികെ കയറ്റിയാണ് കുട്ടികളുടെ വിലയിലേക്ക്. അത് കഴിഞ്ഞിട്ട് അവിടെ തിരിച്ചു വന്നാലോ അതുപോലെ തന്നെ തിരിച്ച് ആ ബസ്സിനകത്ത് കയറി തിരിച്ച് വീട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞാൽ അവിടെ പേരൻസ് വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് അവരെ പിടിച്ചുകൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി
ആഹാരം കൊടുത്തു, സമയമായി അടുത്ത് ട്യൂഷന് വേണ്ടി. ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ ഹോംവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾ കൈ വളരെ സന്തോഷമായ ഒരു ജീവിതമായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് പലർക്കും അവരുടെ ജീവിതത്തിലും ജോലിയിലും അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു പ്രധാന കാരണം. ഇന്നത്തെ കുട്ടികൾ ഈ സ്കൂൾ കഴിഞ്ഞ് കോളേജിലേക്ക് ചെല്ലുമ്പോഴേക്കും രാജ്യങ്ങളൊന്നും പാടില്ലാന്ന് പറയുന്നത്, പക്ഷെ എന്നിരുന്നാലും ഒരു ചെറുതായിട്ടൊരു ചോദ്യം ചോദിച്ചാൽ പോലും ഉത്തരം പറയുമ്പോൾ പേടിപ്പെടുന്ന കുട്ടികളാണെന്ന് ഉറപ്പ് വരുന്നത്. അതിനെ നമ്മൾ മാറ്റിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് പണ്ടൊക്കെ പറഞ്ഞാൽ 5, 6 അല്ലെങ്കിൽ 7 കുട്ടികൾ വീട്ടിലുണ്ടാവുക. ഇതെന്ന് പറഞ്ഞാൽ 1 അല്ലെങ്കിൽ കൂടി വന്നാൽ 2 കുട്ടികൾ. ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് 2 പേര് ഇടത്തും വലതും നിന്നുകൊണ്ടാണ് കുട്ടികളെ വളർത്താൻ നോക്കുന്നത്. ഒന്നിനും അവരെ ഫ്രീ ആയിട്ട് വിടില്ല. എന്താവശ്യമുണ്ടെങ്കിലും അവരുടെ മുറിയിൽ തന്നെ കൊണ്ടുവരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പള്ളിയിലാണ് ചില പള്ളിയിൽ ചെല്ലുമ്പോൾ കാണാം ഈ കങ്കാരു എന്ന് പറയുന്ന ചില മൃഗങ്ങൾ പഠിക്കാറുണ്ട്. എന്താ പ്രത്യേകത? കങ്കാരു എവിടെ പോയാലും എന്റെ കുഞ്ഞിനെ കുട്ടികളെ സഞ്ചരിക്കാൻ കുട്ടികൊണ്ടാണ് എന്ന് പറഞ്ഞ കുട്ടികളെ എത്ര വലുതായ അവരെ ആ കൂടെ കൊണ്ട് നടത്തുന്നുണ്ട്. ഈ പള്ളിയിലെ പല കുട്ടികളും കുട്ടികളെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഈ അടുക്കളയിലേക്ക് കയറി കുട്ടികൾ പഠിക്കുക. ഒറ്റയ്ക്ക് നിൽക്കട്ടെ, അവരവരുടെ ലോകം ജീവിക്കട്ടെ. അതിന് പോലും അനുവദിക്കാതെ ആ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കാൻ ഒന്ന് ആലോചിച്ച് മതി. വീട്ടിലൊക്കെ കോഴി കുഞ്ഞുങ്ങളെ നടത്തുന്നത് എങ്ങനെയാണ്? കോഴി വളർത്തുന്നത് അതിന്റെ അമ്മ കോഴി അതിന്റെ കുഞ്ഞിനെ അതിന്റെ കുത്തി ഒഴിച്ച് ആഹാരം കൊടുക്കും. പക്ഷേ ഒരു അല്പം വലുതായി കഴിയുമ്പോൾ സ്വന്തം ആഹാരം കണ്ടുപിടിക്കാൻ കഴിവായി കഴിഞ്ഞാൽ പിന്നെ ചില കുഞ്ഞുങ്ങളെ ഓടി അടുത്തില്ലേ അതെന്താ ചെയ്യുന്നത്? നല്ല കൊത്തോട്ട് ഓടിച്ചു. പക്ഷെ നമ്മളതല്ല ചെയ്യുന്നത്. നമ്മൾ അതുപോലെ പഠിക്കുന്നില്ല. 20, 25 വയസ്സായ കഴിഞ്ഞാൽ നമുക്ക് വിചാരം അതെപ്പോഴും കൊച്ചാണെന്ന് വിചാരിക്കും. അതിന് സ്വന്തം ഫാമിലി അടിച്ചാൽ ഉത്തരവാദിത്തപ്പെടുന്ന ഒരു ജോലി നമുക്ക് ഒരു മുതിർന്ന പൗരനായിട്ട് ഉണർന്നിരിക്കുന്നു. അതിനെയും നമ്മൾ വളരാൻ അനുവദിക്കാതെയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോ വേറൊരു ഉദാഹരണം പറയാം. ഈ കുമ്പളങ്ങിയൊക്കെ വളരുമ്പോൾ അത് വളരെ ചെറിയൊരു കലണ്ടായി വരുമ്പോൾ അതൊരു മൺപാത്രത്തിൽ നിങ്ങൾ വിളിച്ചു നോക്കി എന്താ പറ്റുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെളിയിരിക്കാൻ വീട്ടിലൊന്നും നല്ലാറില്ല. അതൊക്കെ വളരുമ്പോൾ നമ്മളൊരു മൺപാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് വെള്ളം കൊണ്ട് നേരിച്ച് വലുതായിട്ട് അത് വളർന്നാൽ ചെറുതായാലും ആ മൺപാത്രത്തിനകത്ത് മാത്രമേ വളരാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അതിൽ നിന്ന് വിങ്ങിക്കൊള്ളും. ഒത്തിരി വളർന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിൽക്കും, അല്ലെങ്കിൽ ആ മൺപാത്രത്തെ പൊട്ടിച്ച് പുറത്തു വരും. എന്ന് പറഞ്ഞാൽ പേരൻസിനൊന്നും പറയുന്ന അവർ പിടിച്ചു നിന്ന പിടിയിൽ നിന്നും പൊട്ടി ഒരു മുടിയനായിട്ട് തിരിച്ചു വരാൻ എല്ലാ സാധ്യതകളും ഉണ്ട്. ചിലപ്പോ ചില പേരൻസ് ചെയ്യുന്നത് മൺകലം വെച്ചാലേ പറ്റുള്ളൂ. ഞാൻ അലൂമിനിയം പാത്രം പോലെയുള്ള കയറ്റാൻ പറ്റും. എന്താ സ്ഥിതിയാവുന്നത്? അലൂമിനിയം പാത്രം അതിനകത്ത് എത്ര വെളിയിലേക്ക് എത്ര വലുതായാലും അതിനെ പുറത്തു പോകാൻ സമ്മതിക്കും. അതിനകത്ത് തന്നെ ഞെക്കി അതിനെ കേടാക്കി. അങ്ങനെയുള്ള പേരൻസ് നമുക്ക് അങ്ങനെയല്ല ആവശ്യം. ഇപ്പോ ഒരു പുലിക്കുട്ടി ഒരു കൂട്ടി കഴിച്ച് സമയത്തിന് ആഹാരം കൊടുത്തു നോക്കി. ശരിക്കും വളരും. 2 വർഷം കഴിയുമ്പോൾ അത് ഇവര് വലുതായി കഴിയുമ്പോൾ ആ പുലിക്കുട്ടിയെ നിങ്ങൾ ഒരു വനത്തിലേക്ക് തുറന്നുകൂട്ടി നോക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും എന്തിനാ പട്ടി കുറുക്കൻ പോലും അതിനെ കടിച്ചു തരും. എന്താ? അതിന്റെ ജീവിതശൈലിയിൽ ജീവിക്കാൻ അനുവദിക്കാതെ കൊണ്ടാണ് അതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി വരുന്നത്. നമുക്ക് പൂച്ചക്കുഞ്ഞുങ്ങളെയല്ല, സിംഹക്കുട്ടികളെ തന്നെയാണ് ആവശ്യം. അതിനുവേണ്ടിയാണ് ഈ പഠിക്കാൻ കാര്യങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഈ സ്കൂൾ പുസ്തകം മാത്രമല്ല, പുറത്തുള്ള പല കാര്യങ്ങളും പഠിക്കും. നമ്മുടെ പല കുട്ടികളും ക്യാമറയിൽ പോയിട്ട് എന്തിനാണ് പോകുന്നത്? പഠിക്കാനല്ല, ജോലി ചെയ്യണം. അവിടുത്തെ റൂൾ അങ്ങനെയാണ്. പഠിക്കുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യും. അത് തന്നെയാണ് പോകുന്നത്. അവിടെ ചെയ്യുന്ന സിസ്റ്റം അതാണ്. ആ കുട്ടികൾ 18, 20 വയസ്സാകുമ്പോഴേക്കും നല്ല രീതിയിൽ പഠിക്കാൻ, നല്ല
ജോലിയെക്കുറിച്ച് കഴിവുള്ളവരായി വരികയാണ്. ഈ സിസ്റ്റം ഇന്നത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അങ്ങനെയുള്ള ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ ഒരു ഇന്റേൺഷിപ്പിലൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഇന്റേൺഷിപ്പില് പല കുട്ടികളും ഇന്റേൺഷിപ്പിൽ പോകാറില്ല. ഇപ്പോ ഇവിടെയാണ് ഈ എന്താണ് നടക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കും അറിയാൻ സമ്മതിക്കുന്നില്ല. ഇപ്പൊ എവിടെയാണെങ്കിൽ ഒരു വലിയൊരു സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് സ്വന്തം പ്രയാസം കൂടി ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ ഒരു സംരംഭത്തിലാണെങ്കിലും എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഇവിടുത്തെ കുട്ടികൾ അറിയുന്നുണ്ടോ? ഒരു വ്യക്തം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതിലൊരു ഫൈബർ എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് ഓരോ ഐറ്റംസും കൊണ്ടുവരുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിന്റെ ബിസിനസ് ചെയ്യുന്നത്? ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ വിട്ട് പഠിക്കുന്നവിടെ ഈ സമ്മർ വെക്കേഷനൊക്കെ വരുമ്പോൾ ഒന്ന് കണ്ടുള്ള എന്താണ് ഇങ്ങനെയാണ് അക്കൗണ്ടൻസി ചെയ്യുന്നത്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും പഠിച്ചിരിക്കേണ്ട ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ തോറ്റതാണ്. പക്ഷെ ആ തോൽവിയിൽ ഞാൻ പഠിച്ച് ബാങ്കിലൊരു പ്രൊഫഷണൽ ഓഫീസറായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഇവിടെ നമുക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ജോലിയായിരുന്നു. അത് കിട്ടി അത് കഴിഞ്ഞിട്ട് NSPC എന്നുള്ളൊരു ജോലിയുടെ ഒരു സംരംഭത്തിൽ ഒരു നല്ലൊരു പോസ്റ്റിലാണ് വരാൻ പറ്റിയത്. എനിക്ക് കഴിഞ്ഞത് ഈ പണിയിൽ നിന്നും പ്രത്യേകിച്ചും ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൽ നിന്നും ഇവിടെ പ്രസംഗിച്ചുള്ള പരിശീലനത്തിൽ നിന്നും പല പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കിട്ടിയ ആ ഒരു കാര്യത്തിൽ മാത്രമാണെന്ന് ഞാൻ തുറന്നു പറയുന്നത്. അന്ന് പഠിച്ചത് എയർഫോഴ്സിൽ ഇരുന്നുകൊണ്ട് രാത്രി മുഴുവനും ജോലി ചെയ്തുകൊണ്ട് പകൽ ക്ലാസ്സിൽ പോയി പഠിച്ചാണ്. ഇതിന് ശേഷം കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ ബുക്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഒരു ലൈബ്രറി പബ്ലിക് ലൈബ്രറി അവിടെ എയർഫോഴ്സിന്റെ ലൈബ്രറി ഉണ്ടായിരുന്നു. അവിടെയുള്ള കോമ്പറ്റീഷൻ മാസ്റ്റർ 10 വർഷത്തെ കോമ്പറ്റീഷൻ മാസ്റ്റർ ഞാൻ എടുത്ത് ഓരോ 5, 6, 7, 8 ബുക്സ് കൊണ്ടുവന്ന് അതെടുത്ത് പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു കൊടുക്കും. പിന്നെ അതിനെ പെട്ടെന്ന് കൊണ്ടുവരും. അങ്ങനെ പ്രയത്നിച്ചാണ്, ശരിക്കും പ്രയത്നിച്ചുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു രീതിക്കാവാൻ പറ്റുന്നത്. ഇത് ഞാൻ കുട്ടികളോട് പറയുന്നു, പേരൻസിനോടും പറയുന്നു. കുട്ടികളെ തോന്നുള്ളൂ, അവർ വളരട്ടെ. അവരെ പിടിച്ചേറ്റില്ലേ? കുട്ടികൾക്ക് വളരാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾ പ്രതീക്ഷിക്കുന്ന എന്തും നമുക്ക് സാധിച്ചെടുക്കാവുന്ന കാലമാണ്. ഈ മൊബൈൽ എന്ന് പറയുന്നത് ഒരു കത്തി പോലെയാണ്, ഒരു ഉപകരണമാണ്. അതിൽ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ട് അടുക്കളയിൽ നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ മൊബൈല് ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ മാറ്റിവെക്കാനാണ്. അതിനാണ് പേരൻസ് കുട്ടികളെ ഈ സ്ക്രീൻ സെറ്റിംഗ് ഒക്കെ ചെയ്തു കൊടുത്ത് അതുപോലെ ഒരു കോച്ചായിട്ട് വളർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. പലതും പറയാറുണ്ട്. സമയത്തിന്റെ ഭാവത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു. ഇങ്ങനെയൊരു അവസരം തന്നതിന് അച്ഛനോടും ഈ മാനേജിംഗ് കമ്മിറ്റിയോടും ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളെല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും.